ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. നമ്മുടെ എല്ലാവരുടെയും കേരള PSCയുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരു യൂസർ നെയിം, ഒരു പാസ്വേഡ്, അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്ന സംവിധാനമുണ്ട് അല്ലേ? യെസ്, നിലവിൽ അത്തരത്തിലൊരു OTP അടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നിലവിലെ ഈ ഒരു സംവിധാനം പ്രകാരം 6 മാസം കൂടുന്ന സമയത്ത് നമ്മൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടതുണ്ട്. പഴയ പാസ്വേഡ് മാറ്റി കേരള PSC നിഷ്കർഷിക്കുന്ന ഒരു പുതിയ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാൽ പലർക്കും വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇവരുടെ കയ്യിൽ പഴയ ഫോൺ നമ്പർ ഉണ്ടാവില്ല. പണ്ടെപ്പോഴോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രൊഫൈലായിരിക്കും, ചിലപ്പോൾ നമ്പർ മാറിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ചിലർക്ക് ഈ ഒരു പ്രശ്നം വരുന്നത് ലോഗിൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെയാണ്. അതായത് അവർക്ക് ലോഗിൻ ചെയ്യാനേ സാധിക്കുന്നില്ല, അതൊരു ഇഷ്യൂ. ദെൻ ചിലർക്ക് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, നിലവിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും, എന്നാൽ അവർക്ക് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പഴയ നമ്പർ അല്ല, അവർക്ക് പുതിയ നമ്പറാണ് യൂസ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള കേസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ രണ്ട് കേസിൻ്റെയും സൊല്യൂഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓൾറെഡി കമൻറ്റ് സെക്ഷനിൽ വരുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ടായിരുന്നു. അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഈ രീതിയിലായിരിക്കും നമ്മുടെ കേരള PSCയുടെ പ്രൊഫൈൽ ഉണ്ടാവുക. ഞാനിപ്പോൾ രണ്ടാമത്തെ കേസാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എന്നാൽ നിലവിലെ നിങ്ങളുടെ പ്രൊഫൈലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ മാറ്റുക, അല്ലെങ്കിൽ ആ ഒരു ഇമെയിൽ ID മാറ്റുക എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നവരുടെ കേസാണ് ഞാൻ പറയുന്നത്. ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ മൈ പ്രൊഫൈലിൽ പോവുക കേട്ടോ. ഈ മൈ പ്രൊഫൈൽ എന്നുള്ള ഭാഗത്ത് പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. പ്രൊഫൈൽ ആക്ടിവിറ്റീസിൽ ആഡ് ഓർ റിവ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, OTP ബേസ്ഡ് കറക്ഷൻ ഓഫ് ലോക്ക്ഡ് പ്രൊഫൈൽ ഡീറ്റെയിൽസ്, വ്യൂ പ്രൊഫൈൽ കറക്ഷൻ ഹിസ്റ്ററി. നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ, നിങ്ങളുടെ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ്, ഈവൻ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിലവിൽ നിങ്ങൾക്ക് തന്നെ തിരുത്താം. അതിനൊന്നും PSCയുടെ ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. കണ്ടോ, ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. ഇനി ചില ക്വാളിഫിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തത്, ദെൻ എന്തെങ്കിലും പോയിൻറ്റ്സ്, അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, OTP ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കറക്ഷൻ മെത്തേഡ് വഴി ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പേഴ്സൻറ്റേജിൽ വ്യത്യാസം വരുന്ന സമയത്ത്, നമ്മൾ ചില സമയത്ത് ഇപ്പം BTech, MTech അതിനൊക്കെ പേഴ്സൻറ്റേജ് കൊടുക്കും അല്ലേ? ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ OTP ബേസ്ഡ് കറക്ഷൻ മെത്തേഡ് വഴി ചെയ്യാൻ വേണ്ടി സാധിക്കും. ചില ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്തൊക്കെ നമ്മളത് കറക്റ്റായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. നിലവിൽ നിങ്ങളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് മാറ്റാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ID പ്രൂഫ്, ലാൻഡ് ഫോൺ നമ്പർ, അതിൻ്റെ താഴെയായിട്ട് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID കണ്ടോ. ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇങ്ങനെ മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ടാവും, ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടാവും. നിലവിൽ ഇതിപ്പം എൻ്റെ സ്ക്രീനാണ്. എൻ്റെ സ്ക്രീനിൽ ഞാനിപ്പം മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇമെയിൽ IDയും വെരിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കിത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പച്ച പെൻസിൽ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ പുതുതായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുക. എന്നിട്ട് സേവ് പറയുക. അപ്പോൾ OTP വരും, അത് വെരിഫൈ ചെയ്യാം. അതേപോലെ ഇമെയിൽ IDയും ഇതേപോലെ നിലവിലൊരു ഇമെയിൽ ID ചിലപ്പോൾ അവിടെ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അവിടെ ക്ലിക്ക് ചെയ്യുക, പുതിയ ഇമെയിൽ ID കൊടുക്കുക, സേവ് ചെയ്യുക, OTP വരും, വെരിഫൈ ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിലവിലുള്ള മൊബൈൽ നമ്പർ മാറ്റാം കേട്ടോ, ചേഞ്ച് ചെയ്യാം. ഇത് ഏത് കേസാണ്? നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി പ്രൊഫൈൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിലവിലെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID മാറ്റണം, അവർക്കാണ് ഈ ഒരു സൗകര്യം. ഇനി ചിലരുണ്ട്, പഴയ പ്രൊഫൈലാണ്, എപ്പോഴോ ഉണ്ടാക്കി വെച്ച പ്രൊഫൈലാണ്, എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ മറന്നുപോയി, മൊബൈൽ നമ്പർ കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് OTP വരുന്നില്ല, അപ്പോൾ എന്തോ അക്കൗണ്ടിന് പ്രോബ്ലം ഉണ്ട് അല്ലേ? അത്തരത്തിലുള്ള ആൾക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അത് കൃത്യമായിട്ട് കേരള PSC അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതാണ് വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത് OTP മുഖേനയാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞു 6 മാസം കൂടുമ്പോൾ പ്രൊഫൈലിൻ്റെ പാസ്വേഡ് നമ്മൾ നിർബന്ധമായിട്ട് മാറ്റണം. അതിനിടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം അല്ലേ? അതിനിടയിലും മാറ്റാം. അങ്ങനെ മാറ്റുന്ന സമയത്ത് OTP മുഖേന മാത്രമേ നടക്കുകയുള്ളൂ.
നമ്മുടെ മൊബൈൽ നമ്പറിലേക്കും OTP വരും, ഇമെയിൽ ID-യിലേക്കും OTP വരും. അതിൽ വരുന്ന 2 OTP-കളും സെയിം തന്നെയായിരിക്കും. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ യൂസ് ചെയ്താൽ മതി അല്ലേ. എന്തിനാണ് 2 എണ്ണം കൊടുക്കുന്നത്? ഒന്ന് ബാക്കപ്പാണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ മൊബൈൽ നമ്പർ വന്നിട്ടില്ലെങ്കിൽ ഇമെയിലിൽ വന്ന OTP അടിച്ചു കൊടുത്താൽ മതി. ഇനി അടുത്ത പോയിന്റാണ്, നിങ്ങൾക്ക് പ്രൊഫൈലിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കൈവശമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് OTP വഴി പാസ്വേഡ് സ്വയം റീസെറ്റ് ചെയ്യാം. ഇനി അല്ലാത്തവർ തിരിച്ചറിയൽ രേഖ സഹിതം നേരിട്ട് തൊട്ടടുത്ത PSC ഓഫീസുമായി ബന്ധപ്പെട്ട് പുതിയ മൊബൈൽ നമ്പർ പ്രൊഫൈലിൽ ചേർത്ത് പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടതാണ്. ഇത് രണ്ടാമത്തെ കേസാണ്. അതായത് നിലവിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ വാലിഡ് അല്ലാത്തവരോ, അല്ലെങ്കിൽ ആ മൊബൈൽ നമ്പറിലേക്ക് പാസ്വേഡ് വരാത്തവരോ, ആ മൊബൈൽ നമ്പർ ഓർമ്മയില്ലാത്തവരോ, ആ മൊബൈൽ നമ്പർ നിലവിലില്ലാത്തവരോ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? തൊട്ടടുത്തുള്ള PSC ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ യൂസർ നെയിം ഇതാണ്, നിങ്ങളുടെ അക്കൗണ്ട് ഇതാണ്, പേര് ഇതാണ്, അഡ്രസ് പ്രൂഫ് കൊടുക്കുക. ദെൻ പുതിയതായിട്ട് നിങ്ങൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ ഇതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിക്വസ്റ്റ് നിങ്ങൾ തൊട്ടടുത്തുള്ള PSC ഓഫീസിൽ നേരിട്ട് പോയിട്ട് ഇത്തരം കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? യെസ്, ആ പ്രൊഫൈലുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം നിങ്ങൾക്ക് ഇപ്പം പ്രൊഫൈൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല അല്ലേ? യെസ്, അപ്പോൾ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ആ ഒരു നമ്പർ ഫിക്സ് ചെയ്ത് തരും കേട്ടോ, സെറ്റ് ചെയ്ത് തരും. അതാണ് പറയുന്നത്, നിങ്ങൾ തിരിച്ചറിയൽ രേഖ സഹിതം നിങ്ങൾ അവിടെ ചെല്ലേണ്ടതാണെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്കുണ്ടാകുന്ന വേറൊരു സംശയം, എവിടെയാണ് തൊട്ടടുത്തുള്ള PSC ഓഫീസ്? PSCക്ക് സാധാരണയായിട്ട് 3 തരത്തിലാണ് ഓഫീസുകളുള്ളത്. ഒന്ന് ഡിസ്ട്രിക്റ്റ് ഓഫീസ്, 2 റീജിയണൽ ഓഫീസ്, പിന്നെ കേരള PSCയുടെ ഹെഡ് ഓഫീസ് അല്ലേ. ഇതിൽ നിങ്ങൾക്ക് അഡ്രസ്സുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. കേരള PSCയുടെ വിവിധ ഡിസ്ട്രിക്റ്റ് ഓഫീസുകൾ തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, പത്തനംതിട്ട, ആലപ്പുഴ, ദെൻ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഇത്തരം രീതിയിൽ ഡിസ്ട്രിക്റ്റ് ഓഫീസുകളുണ്ട്. ഇതിൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ട്. ദെൻ കോഴിക്കോട് റീജിയണൽ ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ട്. ദെൻ തിരുവനന്തപുരത്തുള്ള ഹെഡ് ഓഫീസിലും ഞാൻ പോയിട്ടുള്ളതാണ്. നമുക്ക് വിവിധ തരത്തിലുള്ള ഇൻ്റർവ്യൂ ഉണ്ടാകുന്ന സമയത്ത് അത് ഹെഡ് ഓഫീസിലാണ് ഉണ്ടാവാറ്. റീജിയണൽ ഓഫീസുകളിൽ നമുക്ക് പലപ്പോഴും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനൊക്കെ പോകേണ്ടി വരാറുണ്ട്. ദെൻ കണ്ണൂരുള്ള ഓഫീസിൽ ഞാൻ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു ഇഷ്യൂ വന്ന സമയത്ത് നേരിട്ട് പോയിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന അഡ്രസ്സുകളും ഫോൺ നമ്പറുകളും മെയിൽ ID-കളും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ. കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സപ്പോസ് നിങ്ങൾക്ക് പാലക്കാടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ്, നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ തൊട്ടടുത്തുള്ള PSC ഓഫീസ് പറയുന്നത് പാലക്കാട് കേരള PSCയുടെ ഡിസ്ട്രിക്റ്റ് ഓഫീസാണ്. അതെവിടെയാണ്? ഓപ്പോസിറ്റ് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ്, നിയർ ഡിസ്ട്രിക്റ്റ് പഞ്ചായത്ത് ഓഫീസ്, സിവിൽ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നേരിട്ട് ഹാജരാവുക, ഒരു റിക്വസ്റ്റ് കൊടുക്കുക, ID പ്രൂഫ് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ അല്ലേ? യെസ്, എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിൽ സംശയമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്